നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രമുഖ യമനി കവി ആമിർ ബിൻ അംർ ബെൽ ഒബൈദ് മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ മരിച്ചു. തെക്കുകിഴക്കൻ യമനിലെ ഷെബ്വ ഗവർണറേറ്റിലെ മരുഭൂമിയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. 16 കൊല്ലം മുമ്പ് യുഎയിൽ നടന്ന മില്യൺസ് പോയറ്റ് മത്സരത്തിൽ വിജയിയായി കോടികൾ സമ്മാനമായി വാങ്ങിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഹദർമൗത്തിൽ നിന്ന് ഷബ്വയിലേക്ക് മടങ്ങുന്നതിനിടെ ഷബ്വയിലെ അർമ ജില്ലയിലെ അൽ അഖ്ല മരുഭൂമിയിൽ വഴിതെറ്റുകയായിരുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രശ്നം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ബാധിച്ചു. ടെർമിനൽ 1, 2 എന്നിവിടങ്ങളിലെ ചില എയർലൈനുകളുടെ ചെക്ക് ഇൻ പ്രക്രിയയെ ഈ തകരാർ ബാധിച്ചിരുന്നെന്നും തുടർന്ന് ഈ എയർലൈനുകൾ ഉടൻ തന്നെ ഒരു ബദൽ സംവിധാനത്തിലേക്ക് മാറിയതായും സാധാരണ രീതിയിലുള്ള ചെക്ക് ഇൻ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുനരാരംഭിക്കുകയും ചെയ്തതായി എയർപോർട്ട് വക്താവിനെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അജ്മാനിൽ അനുമതിയില്ലാത്ത പ്രദേശത്ത് മാലിന്യം തള്ളിയ 2 കമ്പനികൾക്ക് മുനിസിപ്പാലിറ്റി 1000 ദിർഹം വീതം പിഴ ചുമത്തി. അനുമതിയില്ലാതെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് കടത്തിയ 2 കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഇവരുടെ 3 വാഹനങ്ങൾ കണ്ടുകെട്ടി. നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്ന കമ്പനികളായിരുന്നു ഇവ. ആവർത്തിച്ചുള്ള നിയമലംഘനമായതുകൊണ്ട് ഓരോ കമ്പനിക്കും 1000 ദിർഹം വീതം പിഴ ചുമത്തുകയും ചെയ്തു. നിർത്തിവെച്ച ടൂറിസ്റ്റ് വിസ സൗദി ഓഗസ്റ്റ് മുതൽ തുടങ്ങും. അടുത്ത മാസം മുതൽ പുനരാരംഭിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ബത്തീബാണ് അറിയിച്ചത്. സൗദി സന്ദർശിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ രാജ്യത്തേക്ക് വന്നു തുടങ്ങാം. അബഹ നഗരത്തിന് പടിഞ്ഞാറ് അൽ അസീസ ഗ്രാമത്തിലെ അബു ഫറജ് പൈതൃക കൊട്ടാരത്തിൽ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബുറൈമി ഗവർണറേറ്റിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 12:09 മഹദ് വിലായത്തിൽ ഭൂചലനം ഉണ്ടായതെന്ന് സുൽത്താൻ കാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മസ്കത്തിൽ നിന്ന് 267 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഷാർജയിലുണ്ടായ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഇന്നലെയാണ് അപകടം ഉണ്ടായത്. ലഫ്റ്റനന്റ് ഔൽ അലി ഇബ്രാഹിം അൽ ഗർവാൻ എന്ന ഉദ്യോഗസ്ഥൻ ജോലിസ്ഥലത്ത് നിന്ന് പോയതിനു ശേഷമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അതോറിറ്റി അറിയിച്ചു. കുടുംബത്തിന് അതോറിറ്റി ആത്മാർത്ഥമായ അനുശോചനം അർപ്പിക്കുന്നതായി ഷാർജ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഉമ്മുൽ ഖുവൈൻ മരുഭൂമിയിൽ 10 കിലോയിലേറെ മയക്കുമരുന്ന് ഒളിപ്പിച്ച 2 പേർ പിടിയിൽ. ഉമ്മുൽ ഖുവൈൻ പോലീസ് ജനറൽ കമാൻഡിന്റെ അധികാരപരിധിയിലുള്ള മരുഭൂമിയിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചിരിക്കുന്നതായി ദുബായ് പോലീസിലെ നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഒരു ഇന്ത്യക്കാരൻ മരിക്കാനിടയാക്കിയ വെടിവെപ്പിൽ മരണപ്പെട്ട ഇന്ത്യക്കാരന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് ഒമാൻ വിദേശകാര്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖാലിദ് മുസ്ലാഹി നേരിട്ട് മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിലെത്തി അനുശോചനം അറിയിക്കുകയായിരുന്നു. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരക് അണ്ടർ സെക്രട്ടറി ഖാലിദ് മുസ്ലാഹിയുടെ സന്ദർശനത്തെ അഭിനന്ദിക്കുകയും ഒമാനി അധികൃതരുടെ വേഗത്തിലുള്ള പ്രവർത്തനത്തിന് പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയും ചെയ്തു. സൗദിയിൽ 1315 ഇനം ജോലികൾ കൂടി തൊഴിൽ പരിചയം പരിശോധിക്കുന്നതിനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ ബാധകമാകുന്നു. പ്രവാസി തൊഴിലാളികൾക്കടക്കം ഇത് ബാധകമാണ്. 2ാം ഘട്ടത്തിലാണ് പുതുതായി കൂടുതൽ തസ്തികകളിൽ വെരിഫിക്കേഷൻ നടപടി നടപ്പാക്കുന്നതെന്ന് മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം വ്യക്തമാക്കി. 2ാം ഘട്ടത്തിൽ 60 രാജ്യങ്ങളെയും പ്രത്യേകതയുള്ള പ്രൊഫഷനുകളും ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് നൈപുണ്യത്തിനും പരിശീലനത്തിനുമുള്ള വിഭാഗം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ സെഹ്റാനി പറഞ്ഞു. താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായതോടെ കുവൈത്തിലെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഫയർ സർവീസ്. അന്തരീക്ഷ ഊഷ്മളത തീപിടുത്ത സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ വീടുകളിലും വാഹനങ്ങളിലും തീപിടുത്തം തടയാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് അഗ്നിശമന സേന നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.